കിളിമാനൂരിലെ ഈ ധാർ അപകടത്തിൽ മരിച്ച രഞ്ജിത്തിന്റെ മൃതദേഹവുമായിട്ടൊരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അഭിഭാഷക സിജിമോൾ ഒന്നാം പ്രതിയും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അധീഷ് രണ്ടാം പ്രതിയുമാണ്. കണ്ടാലറിയാവുന്ന 50-ലധികം ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിനും നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനുമാണ് കേസ്. ഇതിനിടെ കേസിനെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്നും ഉന്നതരായ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നും കേസിൽ പ്രതി ചേർത്ത അഡ്വക്കേറ്റ് സിജിമോൾ പറയുന്നു. മനീഷ് മഹിബാൽ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. മനീഷ്, 58 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണ് ഈ പ്രതികൾ. ആ വണ്ടി വന്നിടിച്ചിട്ട് ആ പയ്യനെ തിരിഞ്ഞു നോക്കാതെയാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. വീട്ടുകാർ പറയുന്നത് എന്താണ്? ഇപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയോടുള്ള പ്രതികരണം എന്താണ് ഇവരുടെ? ഡോക്ടർ അരുൺ, വലിയ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ നീതി നിഷേധത്തിന്റെ ഒരു കഥയാണ് കിളിമാനൂരിൽ നിന്നുള്ളത്. ഞാൻ നിലവിൽ കഴിഞ്ഞ ദിവസം മരിച്ച രജിത്തിന്റെയും അംബികയുടെയും വീട്ടിലാണുള്ളത്. വളരെ ദാരുണമായ സംഭവമാണ്. കാരണം വളരെ സാധാരണക്കാരായ ആളുകളാണ്. അവരുടെ ഏറ്റവും അടുത്ത 2 ആളുകൾ മരിച്ചു. ആ വീട്ടിൽ ഇപ്പോൾ അനാഥരായിട്ടുള്ളത് 1.5 വയസ്സും 5 വയസ്സും പ്രായമുള്ള 2 കുട്ടികൾ ഇന്ന് ഈ വീട്ടിൽ അനാഥരാണ്. ഇപ്പോൾ ബന്ധുക്കൾ മാത്രമാണ് ആ കുട്ടികൾക്ക് ഒരു ആശ്വാസമായി ഉള്ളത്. ഇന്നലെയാണ് ഇവരുടെ മരണത്തിൽ പോലീസിന്റെ ഭാഗത്തും നീതി നിഷേധം ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് രജിത്തിന്റെ മൃതദേഹവുമായി ഇവർ കിളിമാനൂരിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഒരു ധരണലിൽ പ്രതിഷേധിച്ചത്. പക്ഷേ ഇവർക്കെതിരെ ഇവിടെ നിൽക്കുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾക്കെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ പ്രതികളെ, മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനമോടിച്ച പ്രതികളെ രക്ഷപ്പെടാൻ പോലീസ് അനുവദിച്ചു എന്നാണ് ഇവരുടെ ആരോപണം. ചേച്ചി, എന്താ നിലവിൽ പോലീസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് വന്നതുകൊണ്ട് ഈ നീതി എന്താണെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പിടിച്ച അവൻ പണച്ചാക്കായതുകൊണ്ട് ഇവരെല്ലാം കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് നമ്മളെ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ ഇനി ഒരു കുട്ടിയേക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. 2 എണ്ണം മരിച്ചിട്ട് അതിനെ ശിക്ഷിക്കാനുള്ള അർഹത പോലീസുകാരന്മാരൊക്കെ ഉണ്ടായിട്ടില്ല. ചാക്ക് കണക്കിന് പണം ഇറക്കി. അതുകൊണ്ട് ഇനി നീതി പാലിക്കണമെങ്കിൽ നമ്മൾ ഇനിയും അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. നമ്മളെ കൊന്നുകളയിട്ട് ഇന്നലെ 600 പേര് നമ്മളവിടെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് അരിമര്യാദയായിട്ടും പ്രവർത്തിച്ചവരുണ്ട്. ആ ശിക്ഷ അന്നേരം അവിടെ ഉള്ള കൊച്ചുങ്ങളെ പിടിച്ചവർ അകത്ത് കൊണ്ടുപോകാനൊരുങ്ങി. എന്തുകൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്തിട്ട് ഇവന്മാരെ പിടിക്കാനുള്ള ഒരു അർഹത അവർക്കുണ്ടായില്ല? വാഹനത്തിലുണ്ടായിരുന്നത് ജോലി ഉദ്യോഗസ്ഥനായിരുന്നു ഉണ്ടായിരുന്നെന്നറിയാം. അവർ 3 പേര്, ഒരു വിഷ്ണു, പിന്നെ അല്ലാതെ ഒരു 2 പേര്. പക്ഷേ ഈ വിഷ്ണു പറയുന്നത് ആ വിഷ്ണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 2 പേരില്ലായിരുന്നു. അവരിൽ ജീപ്പിൽ 3 പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ജീപ്പ് പോലീസ് സ്റ്റേഷന് വന്നതിന് ശേഷം കരുവുണ്ടായി. അതെങ്ങനെ കരുവുണ്ടായി? പക്ഷെ അവിടെ വെച്ച് കരുവുണ്ടായില്ല. അവർ മനഃപൂർവ്വം ഈ കേസ് തെളിയിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത കുറ്റകൃത്യമാണ്. നമ്മൾ വിടാൻ തയ്യാറല്ല. ഇനി 14 ദിവസമായി അംബിക മരിച്ചിട്ട്. 15-ൻ്റെ അന്നാണ് അവളെ ഭർത്താവ് മരിക്കുന്നത്, കൊച്ച് മരിക്കുന്നത്. 14-ൻ്റെ അന്ന് കൊച്ച് ചേർക്കാൻ മരിക്കുന്നത്. എന്നിട്ട് ഇവർ എന്താണെന്ന് ഇവിടെ വന്ന് അന്വേഷിക്കുകയോ കേസെടുക്കുകയോ ആ കുറ്റം ചെയ്തവനെ പിടിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നീതി വേണമെങ്കിൽ കുട്ടികൾ മാത്രമല്ല, കുട്ടികളും രോഗിയായ ഒരു അമ്മയാണ് ഉള്ളത്. രോഗിയാണ് അവർ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ബ്ലഡൊക്കെ കുറഞ്ഞ് അൾസറൊക്കെ പൊട്ടി മരിച്ചുപോയെന്ന് വിചാരിച്ചാണ്. ആ രോഗിയായ അമ്മയാണ് ഈ കുട്ടികളെ ഇനി സംരക്ഷിക്കാനുള്ളത്. ഈ അച്ഛനെ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഇരുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലുന്നു. ശ്വാസമുട്ടുണ്ട്. അവിടെ കൊണ്ടു ചെന്നിട്ട് ഒരു ഗുളിയെ ഒരു മരുന്നാ കൊടുത്തില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ഇനി വിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നിലവിൽ സജീവ് ഡോക്ടർക്ക് കൊണ്ടുപോകുന്നുണ്ട്. സജീവ് ഡോക്ടർ എക്സ്റേ എടുത്തപ്പോൾ 3 വാരിയെല്ല് പൊട്ടിയിരിക്കുകയാണ്. ആ പൊട്ടലിലാണ് ഇപ്പം വീണ്ടും അവൻ്റെ മരണം പറയുന്നത്. ആ ആശുപത്രി കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ട് കയറുമ്പോഴാണ് തല ഇറങ്ങുന്നെന്ന് പറഞ്ഞ് വീണ് മരിക്കുന്നത്. അവന് ഇന്നും ഒരു നീതിയില്ല. പോലീസ് സ്റ്റേഷനിൽ നീതി തിരക്കി ചെന്ന എന്നെ കൂടെ ഇന്നലെ കേൾക്കാൻ കൊള്ളാത്ത തെറിയും പറഞ്ഞ് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ പോലീസുകാരുണ്ട്. കിളിമാനൂർ പോലീസ്. ഞാൻ 2 ദിവസം പോലീസ് സ്റ്റേഷൻ ആദ്യം ചെന്നപ്പോൾ SIയുടെ മുമ്പേണ് കയറി സംസാരിച്ചത്. എൻ്റെ അനിയത്തിയാണ് മരിച്ചത്. ഞാനാണ് ആ മരണത്തിന് കൂടെ നിന്നത്. ആരോ കൊണ്ടുപോയ നിമിഷം തൊട്ട് മരിക്കുന്ന നിമിഷം വരെ നിന്ന എന്തുകൊണ്ട് സാറേ നീതിയില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നീതിയില്ലെന്ന് പറയാൻ നിങ്ങളാരോ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾക്കുള്ള ആരോ തന്ന കേസിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ പിടിക്കുന്നു. നോട്ടീസ് ഇട്ടിരിക്കുകയാണ്. എന്തിന് നോട്ടീസ് ഇട്ടിരിക്കുന്നു? നാട്ടുകാർ പിടിച്ച് പ്രതിയെ കൊടുത്തതാണ്. ആ പ്രതിയെ വിട്ടയച്ചിട്ട് എന്തിന് നോട്ടീസ് ഇട്ടെന്ന് ചോദിച്ചപ്പോൾ ആ SI എൻ്റെ ഒക്കെ പറഞ്ഞാണ്, ഒരു പ്രതിയെന്നും പറഞ്ഞ് ഒരുത്തനെ പിടിച്ച് ഇവിടെ കൊണ്ടുതരുമ്പോൾ ഞാൻ എന്തേലും കേസെടുക്കാനായിട്ട് എന്തേലും ഞാൻ ഇവിടെ വെറുതെ വന്നിരിക്കുന്നത്, നിങ്ങളെ കാര്യം നോക്കി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു.
അരുൺകുമാർ, ഒരു ദൃശ്യങ്ങൾ കൂടി ഈ വീട്ടിൽ നിന്ന് കാണേണ്ടതുണ്ട്. ഇവർക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതായിരുന്നു രജിത്തിനും ഒപ്പം തന്നെ ഈ ഭാര്യ അംബികയ്ക്കും. അവർക്ക് പഞ്ചായത്ത് കൊടുത്ത 3 സെന്റ് സ്ഥലമാണ്. ആ സ്ഥലത്താണ് പെയിന്റിംഗ് ജോലി ചെയ്തിരുന്ന രജിത്ത് അവിടെ ഒരു വീട് അധ്വാനിച്ച് കെട്ടിയത്. അവർക്ക് ഈ 3 സെന്റ് സ്ഥലത്ത് ഇപ്പോഴിതാ ഒരു കുഴിയിലാണ് രണ്ടുപേരെയും, സ്ഥല പരിമിതി കൊണ്ട് ഒരു കുഴിയിലാണ് രണ്ടുപേരെയും അടക്കിയത്. അങ്ങനെ വളരെ ദാരുണമായ സംഭവം. സാധാരണക്കാരൊരു കുടുംബം, അവർക്കുണ്ടായ ഒരു അപകടത്തിൽ രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ പോലീസ് അതിൽ വാഹന അപകടമുണ്ടാക്കി യഥാർത്ഥ പ്രതിയെ പിടികൂടിയിട്ടില്ല. വാഹന ഉടമയെ മാത്രം പിടികൂടി. പക്ഷേ ഉടമയല്ല വാഹനം ഓടിച്ചത് അമിത മദ്യപാനം നടത്തിയ അല്ലെങ്കിൽ അമിത ലഹരിയിലായിരുന്ന മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. കിളിമാനൂർ പോലീസ് പക്ഷേ അവരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇവർ പ്രതിഷേധിച്ച സാധാരണക്കാരായ ബന്ധുക്കൾക്കെതിരെയും നാട്ടുകാർക്കെതിരെയും ഒക്കെ തന്നെ, അതിൻ്റെ അഭിഭാഷകർക്കെതിരെയും ഒക്കെ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മനീഷ് മാഹിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ ദുഃഖവും സങ്കടവും ഒക്കെ നമ്മൾ അനുതാപൂർവ്വമല്ലേ പരിഗണിക്കേണ്ടത്. വണ്ടി ഇടിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയ മനുഷ്യരെടുത്ത് ഇത്ര വലിയ പോലീസ് സഹാനുഭൂതി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അതാരാണെങ്കിലും.